ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മെഡിടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഷഹനാസ് ഹസനാണ്, സ്പെഷ്യലിസ്റ്റ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. സ്വാഗതം ഡോക്ടർ. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് GDM ഇൻ പ്രഗ്നൻസി ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന പ്രഗ്നൻസി ടൈമിൽ എല്ലാ സ്ത്രീകൾക്കുള്ള ഒരു ഡൗട്ടും പേടിയൊക്കെയാണ് അല്ലേ, ഈ ഒരു ഗർഭസമയത്തുള്ള ഒരു പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തത്സമയം വിളിച്ചിട്ട് ഡോക്ടറുമായിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ വിളിക്കേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് തത്സമയം. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിന് ഡോക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺസൾട്ടൻസി ഉണ്ട് അല്ലേ? അപ്പോൾ ഡോക്ടർ, ഈ ഗർഭകാല ആ ഒരു ടൈമിൽ വരുന്ന പ്രമേഹം നമ്മുടെ ഈ നോർമൽ പ്രമേഹം പോലെയാണോ, അതോ ഇത് രണ്ടും ഡിഫറൻസ് ആണോ? എന്താണ് വ്യത്യാസം? എന്താണ് ഈ ഗർഭകാലത്തുണ്ടാവുന്ന അമിതമായ ഈ ഉയർന്ന ഷുഗർ ലെവൽ ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിന് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് നിന്ന് അല്പം വ്യത്യാസമുണ്ട്. ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ പ്രഗ്നൻസിയിലെ ഹോർമോൺ ചേഞ്ചസ് കാരണമാണ് യൂഷ്വലി ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഈ പ്രഗ്നൻസിയിലെ കുറച്ച് ഹോർമോൺസ് എക്സസ് ആയിട്ട് വരുന്ന കുറച്ച് ഹോർമോൺസ് കാരണം ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ചില സ്ത്രീകളിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഡയബറ്റീസ് ഉണ്ടാവാം. അവർക്ക് നമ്മൾ പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ആർക്കൊക്കെയാണ് ഈ GDM വരാൻ സാധ്യത കൂടുതലുള്ളത്? അതിന് എങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, കുറേ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ള സ്ത്രീകളാണെങ്കിൽ, അതായത് പാരൻസിന് ഷുഗർ ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് സഹോദരങ്ങൾക്കോ അങ്ങനെ ഷുഗർ ഉള്ളവർക്ക് വരാം. പിന്നെ അമിതവണ്ണം ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ പറയും, വെയിറ്റ് ടു ഹൈറ്റ് റേഷ്യോ ഒരു 35 മേളിലുള്ളവർക്ക്, പിന്നെ ഏജ് കൂടുന്നതനുസരിച്ച് ഒരു ഏജ് മോർ ദാൻ 30 ഇയേഴ്സ് ആകുമ്പോൾ, പിന്നെ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഇപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർക്ക്, അങ്ങനത്തെവർക്കൊക്കെ കൂടുതൽ വരാനുള്ള റിസ്ക്. പിന്നെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. അവർക്കും പ്രഗ്നൻസി ആകുമ്പോൾ ഷുഗർ വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇതിപ്പോൾ എല്ലാ ഗർഭിണികൾക്കും ഇപ്പോൾ പ്രമേഹം ഉണ്ടാവണമെന്നില്ല അല്ലേ? ആ ഒരു ടൈമിൽ ഇതിപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതോ? യൂഷ്വലി നമ്മൾ യൂണിവേഴ്സലി ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഒരു ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതൊരു ഗ്ലൂക്കോസ് സൊല്യൂഷൻ പ്രഗ്നൻസിയിൽ യൂഷ്വലി നമ്മളൊരു 24 to 28 വീക്സ് ആ സമയത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഈ ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. അത് ഗ്ലൂക്കോസ് കുടിച്ച് 1 hour 2 hour 3 hour അങ്ങനെ ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. അതിൽ നമുക്ക് വാല്യൂസ് എലിവേറ്റഡ് ആണെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്കറിയാം പണ്ട് മുതലേ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇപ്പോഴും പറയുന്നുണ്ടല്ലേ, ഈ ഏജ് കൂടിയാൽ പ്രഗ്നൻസിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഡിഫിക്കൽട്ടാണ്, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആദ്യം മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളിൽ നമ്മളിപ്പോൾ കുട്ടികൾ വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുന്ന കുറച്ച് വർഷങ്ങളുണ്ടാവും. പിന്നെ ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കുട്ടികൾ മതി, അപ്പം ചിലപ്പോൾ അത് പോസിബിൾ ആവില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു റീസണിൽ അങ്ങനെ ചിന്തിക്കുന്നതും ഈ നമ്മുടെ ഈ പ്രഗ്നൻസി പ്രമേഹം തമ്മിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? അത് ഏജ് കൂടുന്നതനുസരിച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡയബറ്റീസ് വരാം, ഹൈ ബ്ലഡ് പ്രഷർ വരാം, പിന്നെ ഇൻക്രീസ് സിസേറിയൻ സെക്ഷൻ റിസ്ക്കും ഉണ്ട് നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ച് ഷുഗർ ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫീമെയിൽസിൻ്റെ എഗ് ഡെവലപ്മെൻറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറയാം ആഫ്റ്റർ 30 ഇയേഴ്സ്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ എല്ലാവരും പഠിക്കാൻ പോകുന്നതുകൊണ്ടും ജോബ് എല്ലാവരും പോകുന്നതുകൊണ്ടും പ്രഗ്നൻസി എല്ലാവരും ലേറ്റ് ആക്കാറുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ ഇങ്ങനെ പ്രമേഹം വരുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ, അതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അത് വളരെ ഒരു ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. പ്രഗ്നൻസിയിൽ ഈ ഡയബറ്റീസ് വരുമ്പോൾ മദറിന് ഹൈ ബ്ലഡ് പ്രഷർ, പ്രീ എക്ലാംസിയ എന്നിവ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇത് മദറിന് അമിതമായിട്ടുള്ള ഈ അണുബാധകൾ, യൂറിനറി ഇൻഫെക്ഷൻസ് വരാം, പിന്നെ യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻസ്, വജൈനൽ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സിസേറിയൻ സെക്ഷനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഡിഫിക്കൽട്ട് ഡെലിവറീസിനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഈ GDM സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരുമോ, അതോ നമ്മുടെ ആഹാരക്രമങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ അങ്ങനെ അതും സെറ്റ് ആവുമോ? അത് GDM നമ്മൾ ആദ്യം കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മൾ രോഗിയോട് പറയുന്നത് ഭക്ഷണ നിയന്ത്രണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരം കൺട്രോൾ ചെയ്യാനും, അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കുറയ്ക്കാനും, പിന്നെ നാരുകൾ അടങ്ങിയതും പ്രോട്ടീനുള്ള ഫുഡ് കൂടുതൽ കഴിക്കാനുമാണ് നമ്മൾ പറയുന്നത്. മുട്ട, പാല്, പിന്നെ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാം, പിന്നെ ഫൈബർ ഉള്ള ഫുഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. പിന്നെ ഒരു ചിട്ടയായ ഒരു വ്യായാമം, നമ്മൾ യൂഷ്വലി ഒരു ഡയറ്റീഷ്യനെ കാണാനും
പിന്നെ ഒരു എൻഡോക്രൈൻ ഡോക്ടറെയും കൂടെ ഒന്ന് കാണാൻ പറയും യൂഷ്വലി ഈ GDM കണ്ടുപിടിച്ച് കഴിയുമ്പോൾ. ഓക്കെ. അതിനുശേഷം കൺട്രോൾ ആവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റിലോട്ട് പോവുക ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ ഒരു ഗർഭിണി എന്നുള്ളൊരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുക. നമുക്ക് ഡൗട്ട് ഉണ്ടാകും, പ്രസവിക്കുന്നത് വരെ അമ്മയുടെ കാര്യം, അങ്ങനെയാണല്ലോ നമ്മളൊന്ന് ചിന്തിക്കുക അല്ലേ? അപ്പോൾ ഈ അമ്മയെ പോലെ തന്നെ ഈ സമയത്ത് വരുന്ന ഈ ഒരു പ്രമേഹം അത് കുട്ടിയെ ഏത് തരത്തിൽ ബാധിക്കാനാണ് ചാൻസ്? അത് എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. യൂഷ്വലി അമ്മേനെ ബാധിക്കുന്ന പോലെ തന്നെ അത് കുഞ്ഞിനെയും ബാധിക്കാം. ഇത് ഷുഗർ അൺകൺട്രോൾഡ് ആണെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാം, മാക്രോസോമിയ എന്ന് പറയും. വെയിറ്റ് മോർ ദാൻ 4 kg ആയി പോവാം. ആ സമയത്ത് ഡെലിവറി ഡിഫിക്കൽട്ടായിരിക്കും. യൂഷ്വലി കുഞ്ഞിൻ്റെ തല ഇറങ്ങി വന്നതിന് ശേഷം ഷോൾഡേഴ്സ് ഇറങ്ങി വരാതിരിക്കാം, ഷോൾഡേഴ്സ് സ്റ്റക്ക് ആവാം. പിന്നെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്. ഈ ICU അഡ്മിഷൻസ് ഒക്കെ കൂടുതലാവാം. പിന്നെ കുഞ്ഞ് ജനിച്ച ഉടനെ ഷുഗർ കുറഞ്ഞു പോവാം കുഞ്ഞിൻ്റെ, അങ്ങനെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. വെൽ കൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ യൂഷ്വലി സ്ട്രേറ്റ് ഫോർവേഡ് പ്രഗ്നൻസി ആയിരിക്കും. പക്ഷേ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ടൈമിൽ അമ്മയ്ക്കിപ്പോൾ പ്രമേഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുട്ടികളിലേക്കും വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പിന്നീട് കുട്ടികളുടെ ഭാവിയിലേക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാൻ? കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു കഴിഞ്ഞ് ഫ്യൂച്ചറിൽ ഇപ്പോൾ സ്റ്റഡീസ് ഒക്കെ പറയുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതൊക്കെ ഈ കൊളസ്ട്രോൾ കൂടുതൽ അതൊക്കെ ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ പറയുന്നത്. അതെ, കൂടുതലായിട്ടും. അതെ. ഓക്കെ. അപ്പോൾ അതിനെന്തെങ്കിലും മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും? യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്ന ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഡയറ്റ്, ഈ ബോഡി മാസ് ഇൻഡെക്സ്, വെയിറ്റ് ടു ഹൈറ്റ് റേഷ്യോ ഒരു 25-ൽ താഴെ ആവാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. റെഗുലർ എക്സസൈസും പിന്നെ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തും അങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനാ പറയാം. അതെ. ഓക്കെ. ഇപ്പോൾ ആഹാരം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാം കൊണ്ടും ചിലപ്പോൾ ബോഡി വെയിറ്റ് അധികമുള്ളവരാണെങ്കിലും ഇനി ആ ടൈമിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ പോലും ബോഡി വെയിറ്റ് ആഹാരം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, നമ്മൾ ഈ ചോറ് അല്ലെ അരിഭക്ഷണം അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കേണ്ടതായിട്ട്. ഇത് മലയാളികളുടെ ഒരു വലിയ ഒരു പ്രധാന ചോദ്യം, ഡൗട്ടാണ് ശരിക്കും. മലയാളി ആഹാര രീതി തന്നെ ഈ ഡയബറ്റിസ് ഉണ്ടാക്കാനുള്ള ഒരു മേജർ കോസ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ റൈസിന്റെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാനാണ് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസി ഡയറ്റ് കൺട്രോൾ മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി എന്ന് പറയും. അതിൽ ഒരു തവി ചോറ്, ഓക്കെ, അതിൻ്റെ കൂടെ നിറച്ച് പച്ചക്കറികളും പിന്നെ മുട്ട, പ്രോട്ടീൻ വേണമല്ലോ കുഞ്ഞിന്, അപ്പം മുട്ട, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നമ്മുടെ ഈ ഗർഭിണി അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്ന പ്രമേഹം എന്നുള്ളത് എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിലും കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഡോക്ടർ നമുക്കിപ്പോൾ തത്സമയം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ചോദിക്കാം. കാരണം ഡോക്ടർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇത് അത്രയേറെ എല്ലാവരിലും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ് GDM ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് ആലോചിച്ചിട്ട് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാം ആ ഒരു സിറ്റുവേഷനിൽ. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ലേ അല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ച് ഇപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇപ്പോൾ ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, ഇപ്രാവശ്യം ഷുഗർ വരുമോ. അപ്പോൾ ഓൾറെഡി ആദ്യം തൊട്ടേ ഒരു ഡയറ്റ് കൺട്രോളൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് അതൊരു GDM വരാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഒരുപാട്. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം നോർമൽ ലൈഫിൽ ഇപ്പോൾ കൺട്രോളൊക്കെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഹെൽത്തൊക്കെ കൊണ്ടുപോകുന്ന ഒരാളാണ് പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുന്നത് എന്നാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കത് പ്രമേഹം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഏഷ്യൻ എത്നിസിറ്റി, നമുക്ക് ഒരു GDM വരാനുള്ള റിസ്ക് ഉണ്ട് നമ്മൾ ഏഷ്യൻസിന്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടുതലും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം ഇപ്പോൾ ആഫ്റ്റർ ഒരു 5-4 months ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും സാധാരണ ഈ പ്രഗ്നൻസി ടൈമിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഒരുപാട് ആളുകളൊക്കെ ചെയ്യാറുണ്ട്. യൂഷ്വലി ഇത് 5 മാസത്തിന് ശേഷമാണ് കൂടുതലും വരുന്നത്. ബിക്കോസ് ആ സമയത്താണ് പ്രഗ്നൻസിയിലെ ഹോർമോൺ ചേഞ്ചസ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ യൂഷ്വലി GDM, ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, കാണുന്നത് ഒരു 5 months ശേഷമാണ്. അപ്പോൾ നമ്മൾ അപ്പർ ബോഡി എക്സസൈസസ്, അതൊക്കെ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള കുറേ അപ്പർ ബോഡി എക്സസൈസസ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ബോഡിയിലെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യൂഷ്വലി ഒരു GDM ഉള്ള ഒരു മദറിനോട് നമ്മൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാനും ഡയറ്റീഷ്യൻ, എൻഡോക്രൈൻ, ഇതെല്ലാം അഡ്വൈസ് എടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലോക
പ്രമേഹ ദിനമൊക്കെ ഉണ്ടല്ലോ അല്ലേ, ആ ഒരു ടൈമിലൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രഗ്നൻസിക്ക് തയ്യാറാവുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഗർഭിണികളോടും എന്താണ് ഡോക്ടർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? എന്താണ് ഈ ഒരു പ്രമേഹ ദിനത്തിൽ വരുമ്പോൾ? ഓക്കെ, ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി പ്രഗ്നൻ്റ് ആവണതിന് മുന്നേ ഒരു പ്രീ പ്രഗ്നൻസി പ്ലാനിങ് വേണം. എല്ലാം ഡയബറ്റീസ് എന്നുള്ള രീതിയിൽ തന്നെയല്ല, ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എടുക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കുഞ്ഞിന് ഈ വൈകല്യങ്ങളൊന്നും വരാതിരിക്കാനും. പിന്നെ റുബെല്ല വാക്സിനേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്, ഈ റുബെല്ല ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ ഒരു ഹെൽത്തി ഡയറ്റ്, ഞാൻ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്ത് പ്രോട്ടീൻസ് കൂടുതലെടുത്ത് ബാക്കി ഫൈബേഴ്സും പിന്നെ ഒരു റെഗുലർ ഡെയിലി എക്സസൈസ്, നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ഒരു മിനിമം ഒരു 30 to 40 minutes എങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു 5 days എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അങ്ങനെ കൺട്രോൾ ചെയ്ത് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് ആവുമ്പോൾ കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അത് നേരത്തെ അറിയാലോ, അമ്മയ്ക്കും അച്ഛനും ഷുഗർ ഉണ്ട്, അപ്പോൾ സോ ഐ ഷുഡ് ബി കെയർഫുൾ. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടാവണം. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർ, അവർക്കും ഇത് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പ്രഗ്നൻ്റ് ആവുമ്പോഴേ അവർ ആദ്യം തൊട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ അത് മുൻകരുതലൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ആഹാരം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതിൽ നിയന്ത്രണവും നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്തു എന്നും കരുതുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ നിയന്ത്രണം വെച്ചാൽ കൂടി ഇത് പോസിബിൾ ആണോ? പ്രമേഹം വരാതിരിക്കുമോ? നമുക്ക് കംപ്ലീറ്റ്ലി അത് വരാതിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കൺട്രോൾ കിട്ടിയാൽ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് വരാതിരിക്കാം. റിസ്ക് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതായത് വെയിറ്റ് കൺട്രോളിലാക്കുക, വെയിറ്റ് ടു ഹൈറ്റ് റേഷ്യോ <25, പിന്നെ അമിതമായ ഈ ബേക്കറി പലഹാരങ്ങൾ, ഷുഗേഴ്സ്, ഈ പാക്ഡ് ജ്യൂസസ് അതൊക്കെ കുടിക്കുന്നതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മെയിൻലി എന്തൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പ്രമേഹം ഓൾറെഡി ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും മെയിൻലി എന്തൊക്കെ കഴിക്കണം എന്ന് നോർമലി നമുക്ക് നമ്മുടെ വീട്ടിൽ? നോർമലി നമ്മുടെ വീട്ടിലുള്ള ഫുഡ് കഴിക്കാം. പിന്നെ പറയുന്നത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. കഴിക്കുന്ന അളവിൻ്റെ പോർഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് കഴിക്കുമ്പോൾ ഷുഗർ നമ്മുടെ ബോഡിയിൽ നല്ല കൂടും. അതുകൊണ്ട് ഒരു തവി ചോറാണ് നമ്മൾ യൂഷ്വലി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് അഡ്വൈസ് ചെയ്യുന്ന, ഈ ഷുഗർ വന്നവർക്ക്, GDM വന്നവർക്ക്. പിന്നെ അതിൻ്റെ കൂടെ മേജർ പോർഷൻ സാലഡ്സ് ഉണ്ടാവണം. പിന്നെ കുഞ്ഞിന് പ്രോട്ടീൻ വേണം, നല്ല മുട്ട കഴിക്കാം, പിന്നെ ബാക്കി പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം, ഫിഷ് കഴിക്കാം. ഇതിലെല്ലാം പ്രോട്ടീൻ ഉണ്ട്, അത്യാവശ്യം ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ബാക്കി ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഗർഭിണികളുടെ വിശപ്പ് മാറും. യൂഷ്വലി പ്രഗ്നൻസിയിൽ ഭയങ്കര വിശപ്പാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ചോറ് കഴിക്കുമ്പോൾ വയർ നിറയും എന്ന് വെച്ചാണ് ഇതൊക്കെ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ബാക്കി പോർഷൻസും കൂടെ കൂട്ടുമ്പോൾ ആ വിശപ്പ് അങ്ങ് കുറയും. അതെ, ഇപ്പൊ ശരിക്കും ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കണമെന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതെ, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോഴാണല്ലോ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നത്. നമ്മളിത് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ അത് കഴിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ അതിൽ പെടുന്നതായിരിക്കും ചിലപ്പോൾ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ. അപ്പൊ അതെങ്ങനെയാണ് ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കലും ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് സ്ഥിരമായിട്ടാവുമ്പോഴാണ് ഈ ഡയബറ്റീസും ഒബീസിറ്റിയും അമിതവണ്ണവും എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ പാക്കറ്റ് ഫുഡ്സിലൊക്കെ ഒരുപാട് എണ്ണയും ഉപ്പ് അതൊക്കെ എല്ലാം ഭയങ്കര കൂടുതലായിരിക്കും. പ്രഷറും ഓരോ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതുപോലെ തന്നെ പ്രമേഹം പോലെ തന്നെ പ്രഷറിലും അതെ, ചിലവർക്ക് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ തന്നെ പ്രഷർ ഉള്ളവരുണ്ടാവാം. കാരണം ബിക്കോസ് എല്ലാവരും ഇപ്പോൾ പ്രഗ്നൻസി ലേറ്റ് ആക്കുന്നുണ്ട്. ആഫ്റ്റർ 35 years പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് പ്രഷർ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ സോൾട്ട് കൺട്രോൾ നമ്മൾ അഡ്വൈസ് ചെയ്യും. പ്രഗ്നൻസിയിൽ വരുന്ന പ്രഷർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതും അല്ലാതെയുള്ള പ്രഷറും ഡിഫറെൻ്റ് ആണ്. അതും ഇതുപോലെ തന്നെ വ്യത്യാസം, ഹോർമോൺ ചേഞ്ചസും വേറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന മെക്കാനിസംസ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, പ്രഷറിൽ തന്നെ ഞാനിപ്പോൾ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ലോ പ്രഷറിലാണെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ലോ പ്രഷറിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അത് സെയിം ലോ ആവാൻ സാധ്യത? പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു 4-5 മാസം ബേസ് ലൈൻ ബ്ലഡ് പ്രഷർ എല്ലാവരുടെയും കുറവായിരിക്കും. അതങ്ങനെ ആണ്. പ്രഗ്നൻസിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് അങ്ങനെ ബോഡി അങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെയാണ് ഒരു 5 മാസത്തിന് ശേഷം ഒരു എല്ലാവരുടെയും നോർമൽ രീതിയിലുള്ള BP ഉണ്ടാവും. അതുപോലെ. ഓക്കെ, അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്ന പ്രമേഹം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഒരു 8th 9th മന്തൊക്കെ എല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണല്ലേ? യൂഷ്വലി നമ്മൾ ഡേറ്റ് വരെ പോവില്ല. ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് അൺകൺട്രോൾഡ് ആണെങ്കിൽ ഈ ഡെലിവറിക്ക് ഒരു ചിലപ്പോൾ 2 weeks മുന്നേ തന്നെ അല്ലെങ്കിൽ ഒരു 1 week മുന്നേ തന്നെ നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്ത്, ബിക്കോസ് ബേബിയുടെ വെയിറ്റ് കൂടാനും അങ്ങനെയൊക്കെ ചാൻസസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കൺട്രോൾഡ് ഷുഗർ ലെവൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, മാക്സിമം നമ്മൾ 40 weeks വരെ നോക്കും. അല്ലെങ്കിൽ ഒരു 38 അല്ലെങ്കിൽ 39 weeksiൽ നമ്മൾ മരുന്ന് വെച്ച് നേരത്തെ ഒന്ന് ഡെലിവറി ആക്കാനാണ് നോക്കുന്നത്. കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഈ പ്രമേഹം വരുന്നത് കൂടെ നമ്മുടെ ഈ കുട്ടിയുടെ വെയിറ്റും തമ്മിൽ ബന്ധമുണ്ടോ? അതെ. ഈ അൺകൺട്രോൾ ഡയബറ്റീസ് ആകുമ്പോൾ ഈ മദറിലുള്ള ഗ്ലൂക്കോസ് എല്ലാം കുഞ്ഞിലേക്ക് ഈ പ്ലാസൻ്റയിലൂടെ കുഞ്ഞിൽ പോകും. അപ്പോൾ കുഞ്ഞിനും ഭയങ്കര ഗ്രോത്ത് കൂടുതലായിരിക്കും. കുഞ്ഞിൻ്റെ ഷോൾഡേഴ്സിലൊക്കെ കുറച്ച് ഫാറ്റൊക്കെ കൂടും. പിന്നെ ബർത്ത് വെയിറ്റ് യൂഷ്വലി മോർ ദാൻ 4 kg ഒക്കെ വരാം. അപ്പോൾ ഡെലിവറി വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കും. വജൈനൽ ഡെലിവറി യൂഷ്വലി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ ഈ സിസേറിയൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ ഉണ്ടാവുമല്ലോ, സിസേറിയൻ്റെ സ്റ്റിച്ച് ആണെങ്കിലും നോർമൽ ഡെലിവറിയുടെ ഈ സ്റ്റിച്ചിൻ്റെ ആണെങ്കിലും വൂണ്ട് ഇൻഫെക്ഷൻസും വളരെ കോമൺ ആണ് ഷുഗർ ഉള്ളവർക്ക്. അത് ഐ മീൻ ഇപ്പോൾ ഒരു 3 month ഒക്കെ സാധാരണ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 month ഒക്കെ അല്ലേ പറയുന്നത് അല്ലേ? ഇത് സ്റ്റിച്ചിന്റെ അല്ല, നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 7 to 14 daysനുള്ളിൽ സ്റ്റിച്ചൊക്കെ ഉണങ്ങും. അപ്പോൾ ഇങ്ങനെ ഈ കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ സ്റ്റിച്ച് ഒന്ന് ഹീൽ ആവാൻ ലേറ്റ് ആവും, ചിലപ്പോൾ വൂണ്ടിൽ ഇൻഫെക്ഷൻസ് വരാം. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് യൂഷ്വലി നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ആന്റിബയോട്ടിക്സ് കൊടുക്കും. പിന്നെ ഷുഗറിന് ഓൾറെഡി മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഡെലിവറിക്ക് ശേഷം നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യും. ഈ പ്രഗ്നൻസിയിൽ വരുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രസവശേഷം ഓൾമോസ്റ്റ് എല്ലാവരിലും നോർമൽ ആവാറുണ്ട്. പിന്നെ നമ്മളൊരു 6 weeksന് ശേഷം ഒന്നും കൂടെ ചെക്ക് ചെയ്യും, ഷുഗർ നോർമൽ ആയോ. യൂഷ്വലി ജസ്റ്റേഷണൽ ഡയബറ്റീസ് വിൽ ബിക്കം നോർമൽ. അതല്ല, ഷുഗർ ഉണ്ടെങ്കിൽ മിക്കവാറും ആ സ്ത്രീക്ക് നേരത്തെ ഉള്ള ഡയബറ്റീസ് ആവാതെ പ്രഗ്നൻസി കണ്ടുപിടിച്ചതാവാം. ഓക്കെ. അപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും മാറും? യൂഷ്വലി അങ്ങനെ മാറും എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവർക്ക് ഒരു 10 to 15 years കഴിഞ്ഞാൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഒരു 50% സാധ്യതയുണ്ട്. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ, നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്ന് തന്നെ പറയും. എല്ലാ ഇയറും ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലത്. ഓക്കെ. ആ ഒരു ടൈം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു പ്രഗ്നൻസിക്ക് മുന്നേയും പ്രഗ്നൻസിക്ക് ശേഷവും ആ ഒരു ഡയറ്റ് പ്ലാനും അല്ലെ ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ തന്നെ പോകേണ്ടതായിട്ട് വരൂല്ലേ? ശരിക്കും ഇതൊരു വാർണിംഗ് സിഗ്നൽ ആണ്. ബിക്കോസ് ഇതൊരു ഡിസീസ് ആയിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ വന്നാൽ ഒരു 10 വർഷത്തിന് ശേഷം ഷുഗർ വരാനുള്ള ഒരു 50% ചാൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം ചാൻസ് ഉണ്ട്. യെസ്. ഓക്കെ, നമുക്ക് കോളർ ഉണ്ടോ? യെസ്, അത് കണക്ട് ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഐ മീൻ ലേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നുകൂടെ പ്രഗ്നൻസി ഒക്കെ ലേറ്റ് ആയിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലേ? കാരണം മാരേജ് ഒക്കെ ലേറ്റ് ആവുന്നു, പിന്നെ പ്രൊഫഷൻ നമ്മൾ ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ അത് വേണം, മസ്റ്റ് ആണ്. എങ്കിൽ പോലും ആ ഒരു സമയത്ത് പിന്നെ അതിനുശേഷം മാരേജ്, കുട്ടികൾ എന്നുള്ള ചിന്തിക്കുമ്പോഴാണ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷെ എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഉള്ളതും അല്ലേ കൂടുതലായിട്ടും അങ്ങനെ പ്രശ്നമില്ലാതെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് അഡിക്വേറ്റ് വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ 25 താഴെയാക്കി നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻസ് ഒക്കെ എടുത്ത് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവരും ഉണ്ട്. അതെ. അപ്പൊ ഞാൻ പറയാനുള്ള കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇപ്പോൾ പ്രഗ്നൻസിക്ക് റെഡി ആകുമ്പോൾ അങ്ങനെ തയ്യാറെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ ഓവർ വെയിറ്റ് എന്നുള്ള പ്രശ്നമൊക്കെ വന്നിട്ട് യൂഷ്വലി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു പ്രീ പ്രഗ്നൻസി അഡ്വൈസ് എടുക്കുന്നത് നല്ലത്. ബിക്കോസ് ചിലവരാണെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരായിരിക്കും, വല്ല ഹാർട്ട് ഡിസീസിന് വല്ല മെഡിസിൻ കഴിക്കുന്നവരാവാം, ചിലപ്പോൾ ഫിറ്റ്സ് എപ്പിലെപ്സിക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരാവാം. യൂഷ്വലി ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് പ്രഗ്നൻസി ചേഞ്ച് ചെയ്യേണ്ടി വരുമല്ലോ. ഒരു പ്രീ പ്രഗ്നൻസി അഡ്വൈസ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെടുത്ത് പ്രഗ്നന്റ് ആവുന്നതാണ് നല്ലത്. യെസ്. അപ്പൊ ഈ ടൈമിൽ ഓൾറെഡി ഇപ്പൊ മെഡിസിൻ മറ്റെന്തെങ്കിലും കാരണം ചിലപ്പോൾ അലർജിക്കാണെങ്കിൽ പോലും എന്തെങ്കിലും മെഡിസിനും കാര്യങ്ങളും ഓൾറെഡി എടുക്കുന്നവർക്ക് ഈ ഒരു ടൈമിൽ ഇൻസുലിൻ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനില്ല, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, യൂഷ്വലി നമ്മൾ GDM ഉള്ളവർക്ക്
ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഡയറ്റ് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത്. മെറ്റ്ഫോമിനിലും കൺട്രോൾ ആയില്ലെങ്കിൽ നമ്മൾ ഇൻസുലിൻ എടുക്കാനാണ് പറയുന്നത്. ഇൻസുലിൻ യൂഷ്വലി പ്രഗ്നൻസിയിൽ സുരക്ഷിതവുമാണ്, വളരെ ഫലപ്രദവുമാണ്. അപ്പോൾ അതും വേറെ മെഡിസിനായിട്ട് അങ്ങനെ ഇൻട്രാക്ഷൻസ് കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ ഇൻസുലിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്. അത് എടുക്കുന്നതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇൻസുലിൻ ആണ് നമുക്ക് ടാബ്ലറ്റിനെക്കാളും സ്റ്റഡീസ് എല്ലാം പറയുന്ന ബേബിക്കും മദറിനും സേഫും നല്ല ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു ഇതാണ് സൊല്യൂഷൻ. ഓൾറെഡി ആ ടൈമിൽ എല്ലാം കൊണ്ടും ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്തരം കോംപ്ലിക്കേഷൻസ് കൂടെ വരുമ്പോൾ ഈ ഇൻസുലിൻ എടുത്താൽ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഡോക്ടർ പറഞ്ഞാൽ കൂടി ആ ഒരു ഡൗട്ട് അതുണ്ടാവും. അത് നമ്മൾ പറയുമ്പോൾ തന്നെ പേഷ്യൻസിനൊക്കെ ഭയങ്കര വിരക്തിയാണ് ഇതെടുക്കാൻ. അപ്പോൾ ആകെ ശ്രദ്ധിക്കാനുള്ളത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനുണ്ട്. ചിലപ്പോൾ ഇവർ അധികം കറക്റ്റായിട്ട് ഫുഡ് എടുക്കാതെയൊക്കെ ചിലപ്പോൾ ഇൻസുലിൻ കുത്തിയാൽ ഷുഗർ പെട്ടെന്ന് ഡൗൺ ആവുക, ക്ഷീണം വരിക, ശരീരം വേർക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞിനൊക്കെയുള്ള ഷുഗറും കുറയും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഷുഗർ കാൻഡിയൊക്കെ അടുത്ത് എപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഈ അഥവാ ഇങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നത് ഏത് മന്തിലായിരിക്കും ഇത്? അത് ഷുഗർ എപ്പോഴാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതനുസരിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ 5 മാസത്തിന് ശേഷമായിരിക്കും യൂഷ്വലി എല്ലാവർക്കും കാണുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ ഒരു ലെവൽ നോക്കിയിട്ട് ആ ഷുഗർ ടെസ്റ്റ് നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ വാല്യൂ ഭയങ്കര ഹൈ ആണെങ്കിൽ നമ്മൾ ആദ്യം ഡയറ്റ് കൺട്രോൾ പറയും. 2 വീക്സ് കഴിഞ്ഞ് ഒന്നും കൂടെ ഷുഗർ നോക്കാൻ പറയും. അതിൽ കൺട്രോൾഡ് ആണെങ്കിൽ നമ്മൾ ഇറ്റ്സ് ഓക്കെ, ഡയറ്റ് തന്നെ ഫോളോ ചെയ്തോളൂ പറയും. പക്ഷെ അൺകൺട്രോൾഡ് ആണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടും കൺട്രോൾ ആവാത്തവരുണ്ട്. ബിക്കോസ് ചിലവർ ഭക്ഷണം നിയന്ത്രിക്കൂല. പ്രഗ്നന്റ് അല്ലേ, കുഞ്ഞിന് എന്തെങ്കിലും വരുമെന്ന് വെച്ചാൽ അവർ നല്ലോണം ഫുഡ് വീട്ടുകാർ സമ്മതിക്കത്തില്ല. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ചിലപ്പോൾ അമ്മമാരൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് നല്ലോണം കഴിക്കണം, 2 പേർക്ക് കഴിക്കണം എന്നൊക്കെ പറയും. കുട്ടിക്ക് കൂടെ വേണം. അപ്പൊ എപ്പോഴും കഴിക്കുന്നത് കഴിച്ചാൽ പോരാ, അതിലധികം കഴിക്കണം എന്നാണല്ലേ പറയാ. ശരി, അതൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. അത് മദറിന്റെ ഫാറ്റ് കൂടത്തേ ഉള്ളൂ. അതെ, കുട്ടി അതിൽ കൂടുതൽ എടുക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യെസ്, ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സമയത്ത് ഇൻസുലിൻ ഇപ്പോൾ 8 അല്ലെങ്കിൽ ഒരു 8-ാം മാസം അല്ലെങ്കിൽ ഒരു 9-ാം മാസത്തിലാണ് ചിലപ്പോൾ ഇത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്കിൽ ആ ടൈമിൽ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എപ്പോഴാണോ അമിതമായിട്ട് ഷുഗർ കാണുന്നത് നമ്മൾ ആ സമയത്ത് കൊടുക്കാറുണ്ട്. അല്ല, ആ സമയത്ത് അതായത് 8 to 9 മന്ത് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും 10 മാസം ഒക്കെ നിൽക്കാതില്ലല്ലോ. 9 മാസം 8 സംതിങ് അങ്ങനെയൊക്കെ പ്രസവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ ഏത് മാസത്തിലാണെങ്കിലും ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഷുഗർ കുറയുന്നതിനോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമല്ലോ. ഇൻസുലിൻ എടുത്താൽ നമ്മൾ ഒരു 1 വീക്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് ഗ്ലൂക്കോമീറ്റർ വെച്ച് നമ്മൾ ഷുഗേഴ്സ് നോക്കാൻ പറയും. ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ, പിന്നെ ആഹാരം കഴിച്ചിട്ട് 2 മണിക്കൂർ ശേഷമുള്ള ബ്ലഡ് ഷുഗർ. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൺട്രോൾഡ് ആണോ അല്ലയോ. കൺട്രോൾഡ് ആണെങ്കിൽ ബേബിക്ക് യൂഷ്വലി കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും നമ്മുടെ ഒരു ലൈഫിൽ ഇപ്പോൾ UAE-ലാണെങ്കിൽ പോലും ലൈഫ് സ്റ്റൈലുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അതിപ്പം ഇപ്പോൾ പാർട്ട്നേഴ്സ് 2 പേരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വൈഫിന്റെ കാര്യം ഒന്നുകൂടെ കൂടുതൽ നോക്കേണ്ടത് ഹസ്ബൻഡ് തന്നെയാണല്ലോ അല്ലെ, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഗർഭധാരണ ടൈമിലുള്ള പ്രശ്നമല്ലല്ലോ, അതിനുശേഷം ഒരിക്കൽ ഇത് അമ്മയെ സംബന്ധിച്ച് മാത്രമല്ലേ, അച്ഛൻ ഇതിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. യൂഷ്വലി പ്രഗ്നൻസിയിൽ വരുന്ന ഈ ഹോർമോൺസിന്റെ ചേഞ്ചസ്, അതായത് മദറിന്റെ ബോഡിയിൽ പ്രഗ്നൻസി കാരണം ഉണ്ടാവുന്ന കുറെ ഹോർമോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും, അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതില് ഹസ്ബൻഡിന് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് വൈഫിനെ കെയർ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ, ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഡൗട്ട്, ഈ GDM ഇൻ പ്രഗ്നൻസി എന്നുള്ളത് നമ്മൾ ആ പ്രഗ്നൻസി ടൈമിൽ വരുന്ന പ്രമേഹവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മൈന്യൂട്ടായിട്ട് മുതൽ ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എങ്ങനെ വേണം എന്നുള്ള കാര്യം വരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ ഈ കാര്യത്തിൽ അങ്ങനെ കൂടുതലായിട്ട് ഇനി ഡൗട്ട് വരാനൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം നിങ്ങളുടെ ഒരുപാട് ഡൗട്ട് എന്ന പോലെ തന്നെ നിങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ ഡോക്ടറെ കൺസൾട്ടൻസി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോയി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഇത്രയും നേരം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇവിടെ സമയം ചെലവഴിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് NTTV. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെയും ബൈ.